അപ്പം പറഞ്ഞു, മോളെ ലേക്ഷറിലെ ഡോക്ടറല്ലേ നോ പറഞ്ഞേ, പക്ഷെ നമ്മൾ പോകുന്ന സ്ഥലമേ സാധ്യമാക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ എനിക്ക് ആ വിശ്വാസമൊന്നുമില്ല, ഞാൻ വന്നത്. അപ്പം പറഞ്ഞോണ്ട് ഞാൻ വന്നതേ ഉള്ളൂ. അപ്പം മീറ്റിങ്ങിന് ഇരുന്ന് അവസാനം പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അകത്ത് ആരോ പറയാണ്, നീ ഞാൻ കൈവക്കിയേക്കാൻ. അങ്ങനെ കൈവക്കിയതാണ്. അവരെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല. പക്ഷെ ഞാൻ തിരികെ വീട്ടോട്ട് വരിക. പപ്പയാണ് ഡ്രൈവ് ചെയ്യുന്നത്, മമ്മി പുറയിലിരിക്കുകയാണ്. അപ്പം എൻ്റെ ശരീരത്തിൽ ഷോക്ക് അടിക്കുന്ന പോലത്തെ അനുഭവം. ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ എനിക്ക് ഇങ്ങനെ ഒരു ഫീലിങ്. അപ്പോൾ പപ്പ പറഞ്ഞു, മോളെ ദൈവം നിന്നെ തൊടുന്നതാണ്. പുള്ളി സ്റ്റിയറിങ് തിരിക്കുന്നതിൻ്റെ ഇടയിൽ അന്യഭാഷ പറഞ്ഞുകൊണ്ടാണ് പുള്ളി വണ്ടി ഓടിക്കുന്നത്. പുറയിലെ അമ്മ ഇരുന്ന് കൈയടിച്ച് ആരാധിക്കുകയാണ് കാറിനകത്ത്. 20 മിനിറ്റ് ഉണ്ട് ഈ കൺവെൻഷൻ സ്റ്റേജ് തൊട്ട് വീട് വരെ. അത്രയും സമയം അപാര ആരാധന ഈ കാറിനകത്ത്. എന്നിട്ട് രാത്രി ചെന്ന് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഇവർ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ചെക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഡോക്ടർ സമ്മതിക്കത്തില്ല. അവർ പറയുന്നത് ഇന്നലെ ചെക്ക് ചെയ്തിട്ട് വരല്ലേ, അടുത്ത ആഴ്ച കണ്ടുള്ള അപ്പോയിൻമെന്റ്. അപ്പം പറഞ്ഞു ചെക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല. നിർബന്ധം കൊണ്ടാണ് ചെക്ക് ചെയ്യിച്ചത്. ചെക്ക് ചെയ്യിച്ചപ്പോൾ അങ്ങനെ ഒരു രോഗമില്ല. ഇവിടുത്തെ ലേക്ഷറിലെ ഡോക്ടർമാർ നോ പറഞ്ഞ സ്ഥാനത്ത് ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ ദൈവം തന്നെ പ്രവർത്തി ചെയ്തെങ്കിൽ ഇന്നും ആ കർത്താവ് മരിച്ചിട്ടില്ല.